ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഇന്ത്യയിൽ നിയമനിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും നമ്മുടെ ഡിവിഷൻ ഓഫ് പവർ അല്ലെ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അതിൻ്റെ എങ്ങനെയാണ് ഡിവിഷൻ നടത്തിയിട്ടുള്ളതെന്നും അതിൽ ലെജിസ്ലേഷനിൽ നമ്മൾ ലോകസഭ, രാജ്യസഭ, പാർലമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിയമനിർമ്മാണം നടക്കുന്ന രീതികളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളെന്നും പഠിക്കുന്ന പോലെ തന്നെ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഈ കാര്യം ഒന്ന് വിശദീകരിച്ച് തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പോയിന്റുകളും വിശദമായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? അത് നമ്മുടെ പാർലമെൻറ്റാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്ന ആരാണ്? പാർലമെൻറ്റാണ്. അപ്പോൾ ഈ പാർലമെൻറ്റിൽ നമുക്കൊരു പുതിയ നിയമം ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മിനിമം അവിടുത്തെ ഒരു അംഗമായിരിക്കണം. ഓക്കെ, അതായത് ഒരു MP, സ്റ്റേറ്റിലാണെങ്കിൽ MLA ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു പുതിയ നിയമം നിർമ്മിക്കണമെന്ന് പറയുന്നൊരു ആവശ്യം ഈ പറയുന്ന നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന ആ പറയുന്ന ഒരു കോപ്പിയെ നമ്മൾ ബിൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബില്ല്. ഓക്കെ, ബില്ലെന്ന് വെച്ചാൽ എന്താണ്? ഈ ബില്ലെന്ന് വെച്ചാൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന, നിയമം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു പകർപ്പ്, നമ്മൾ അതിൻ്റെ ഒരു ബേസിക് സംഭവം എഴുതി തയ്യാറാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പാർലമെൻറ്റിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കും. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബില്ലിന് നമുക്ക് പല രീതിയിൽ എന്താ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആരാണ് ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ബില്ലിനെ എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ബില്ല് അവതരിപ്പിക്കുന്നത് ഒരു മന്ത്രിയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഗവൺമെൻറ് ബില്ലെന്നാണ്. എന്തുവാണ്? ഗവൺമെൻറ് ബില്ല്. ഒരു മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെൻറ് ബില്ല്. എന്നാൽ മിനിസ്റ്റർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു MPയോ MLAയോ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈവറ്റ് ബില്ല്. എന്ത് ബില്ല്? പ്രൈവറ്റ് ബില്ല്. അപ്പോൾ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പകർപ്പ് എഴുതി തയ്യാറാക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ബില്ല്. ബിൽ ഈസ് എ ഡ്രാഫ്റ്റ് അല്ലേ. എന്താ അതിൻ്റെ ഡ്രാഫ്റ്റാണ്? നമ്മൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മാറ്റം എന്താണോ വരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എഴുതി തയ്യാറാക്കി കൊണ്ടുപോയി അവതരിപ്പിക്കുന്നതിനാണ് ബില്ലെന്ന് പറയുന്നത്. ഈ ബില്ല് നമ്മൾ ആരാണ് അവതരിപ്പിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എത്ര തിരിക്കാൻ പറ്റും? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഗവൺമെൻറ് ബില്ല്, മറ്റൊന്ന് പ്രൈവറ്റ് ബില്ല്. അപ്പോൾ ഒരു മന്ത്രി അല്ലേ, ഒരു മിനിസ്റ്ററാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഗവൺമെൻറ് ബില്ലെന്ന് പറയും. എന്ത് പറയും? ഗവൺമെൻറ് ബില്ലെന്ന് പറയും. നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു മെമ്പറാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം? പ്രൈവറ്റ് ബില്ലെന്ന് വിളിക്കാം. തീരുന്നില്ല. നമുക്ക് ഈ പറയുന്ന എന്ത് ബില്ലിനെ എന്നല്ല, ബില്ലിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മെൻഷൻ ചെയ്യുന്ന കണ്ടൻറ് എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, പൈസയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പൊതു ചിലവ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ബില്ലിൽ പ്രതിപാദിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മണി ബില്ല് എന്ന് വിളിക്കുന്നത്. എന്ന് വിളിക്കുന്നത് മണി ബില്ല്. ഇനി പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബില്ലിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? എന്തായിരിക്കും? ഒന്ന് മണി ബില്ലാണെങ്കിൽ മറ്റൊന്ന് നോൺ മണി ബില്ല് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മണി ബില്ല്, നോൺ മണി ബില്ല്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണി ബില്ലുണ്ടല്ലോ, പൈസയായിട്ട് ബന്ധപ്പെട്ട ബില്ല്, ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് നമ്മൾ എപ്പോഴും അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? അത് ലോകസഭയിലാണ്. എവിടെ അവതരിപ്പിക്കേണ്ടത്? ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ. എന്നാൽ നോൺ മണി ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും? മണി ബില്ല് അല്ലാതെ വരുന്ന ബാക്കിയെല്ലാം എന്താണ്? അത് നോൺ മണി ബില്ലായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ബില്ല്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അതിനെ ഓർഡിനറി ബില്ല് എന്ന് വിളിക്കാൻ പറ്റും. എന്ത് വിളിക്കാൻ പറ്റും? ഓർഡിനറി ബില്ല്. അതുപോലെ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ല്, ഇതൊക്കെ നോൺ മണി ബില്ല് എന്ന കാറ്റഗറിക്കകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താ സംഭവം? പാർലമെൻറ്റിൽ
നമുക്ക് നിയമം എന്തെങ്കിലും നിർമ്മിക്കണമെങ്കിൽ ആദ്യം നമ്മളത് എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കും. അതിനെ ബില്ലെന്ന് വിളിക്കുന്നു. ബില്ല് ആരവതരിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായി തിരിക്കാം. മിനിസ്റ്റർ അവതരിപ്പിച്ച ഗവൺമെൻറ് ബില്ല്, മറ്റേതെങ്കിലും മെമ്പർ അവതരിപ്പിച്ചാൽ അത് പ്രൈവറ്റ് ബില്ല്. ഇനി എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിട്ട് തിരിക്കാം. പൈസയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ, അതുപോലെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് മണി ബില്ല്. എന്നാൽ അതല്ലാതെ വരുന്ന ബില്ലുകൾ കോമൺ ആയിട്ട് അതിനെ ഓർഡിനറി ബില്ലെന്ന് വിളിക്കാം. ഇനി നിയമം മാറ്റാനായിട്ട്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, എഴുതി കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്, അതൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അത് നമ്മൾ നോൺ മണി ബില്ല് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോൺ മണി ബില്ല്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ മണി ബില്ലുണ്ട്, നോൺ മണി ബില്ലുണ്ട്. ഇനി എങ്ങനെയാണ് ഇതൊരു നിയമമായിട്ട് മാറുന്നത്? നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യും? ഈ പറയുന്ന മെമ്പർ അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ത് ചെയ്യും? ഒരു ബില്ല് പാർലമെൻറ്റിൽ വായിക്കും. ആദ്യം വായിക്കുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് റീഡിങ്. എന്താണ്? ഫസ്റ്റ് റീഡിങ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. അവിടെയും ശ്രദ്ധിക്കുക, മണി ബില്ലാണെങ്കിൽ നമുക്കത് എന്തിവിടെ വായിക്കണം? ലോകസഭയിൽ വായിക്കണം. മറ്റേതെങ്കിലും നോൺ മണി ബില്ലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ലോക്സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രാജ്യസഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. അങ്ങനെ ആദ്യം നമ്മൾ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് റീഡിങ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത് വരുന്നതാണ് എന്ത്? സെക്കൻഡ് റീഡിങ്. എന്താണ്? സെക്കൻഡ് റീഡിങ്. സെക്കൻഡ് റീഡിങ് സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ബില്ലിനെ പറ്റിയിട്ട് ചർച്ച നടക്കുന്നു. ഓക്കെ, ഈ പറയുന്ന ബില്ലിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ ആദ്യം ഡിബേറ്റ് നടക്കും, ചർച്ച നടക്കും. ഇനി ചർച്ച കൊണ്ട് തീരുന്നില്ല, കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിബേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡിബേറ്റ് കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്മിറ്റികളെ നിയോഗിക്കുന്നതൊക്കെ സെക്കൻഡ് റീഡിങ്ങിലാണ്. ഓക്കെ, ഈ പറയുന്ന റീഡിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണ് എന്ത്? മൂന്നാമത്തെ റീഡിങ് അഥവാ തേർഡ് റീഡിങ്. ഈ തേർഡ് റീഡിങ് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബില്ല് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് എന്ത് ചെയ്യും? വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ടായിരിക്കും അക്സെപ്റ്റും റിജക്റ്റും ചെയ്യുന്നതും. അങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് പറ്റും? ഇത് അടുത്തതായിട്ട് ആരുടെ അടുത്ത് പോവും? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോവും. പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം? ഇത് സൈൻ ചെയ്യാം. ഇല്ലാതെ വേണമെങ്കിൽ സൈൻ ചെയ്യാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യാനായിട്ട് പാർലമെൻറ്റിലേക്ക് തിരിച്ചയക്കാനും പറ്റും. കാരണം പ്രസിഡൻറ്റ് ഒപ്പിട്ടാൽ മാത്രമേ, പ്രസിഡൻറ്റ് സൈൻ ചെയ്താൽ മാത്രമേ ഈ ബില്ല് എന്തായിട്ട് മാറുള്ളൂ? ആക്ട് അഥവാ നിയമമായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബില്ല് എന്തായിട്ട് മാറുന്നത്? ഒരു ആക്ട് അഥവാ ഒരു നിയമമായിട്ട് മാറുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു തവണ അത് വായിക്കുന്നു അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു. അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് റീഡിങ്. മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി നോൺ മണി ബില്ലാണെങ്കിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. മിനിസ്റ്ററിന് അവതരിപ്പിക്കാം, മറ്റേതെങ്കിലും മെമ്പറിന് അവതരിപ്പിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടം. അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് വായിക്കും സെക്കൻഡ് റീഡിങ്. സെക്കൻഡ് റീഡിങ് സമയത്താണ് ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നു. തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം GST വന്നു, ജമ്മു കാശ്മീരിൻ്റെ സ്ഥാനം മാറ്റി, അല്ലെ സ്പെഷ്യൽ പദവി എടുത്ത് മാറ്റി. ഇതുപോലെ പല കാര്യങ്ങളിലും ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അടിയുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് തോന്നിയാൽ അവിടെ കമ്മിറ്റി നിയോഗിക്കുക. ആ കമ്മിറ്റി ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ലാസ്റ്റ് തേർഡ് റീഡിംഗ് ഉണ്ടാവും. ആ തേർഡ് റീഡിങ്ങിൽ വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. അക്സെപ്റ്റ് ചെയ്താൽ അത് ആരുടെ അടുത്ത് പോവും? പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോവും. പ്രസിഡൻറ്റിന് വേണമെങ്കിൽ ഒപ്പിടാം, വേണമെങ്കിൽ അത് ഒപ്പിടാതിരിക്കാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചയക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുണ്ട്. വീറ്റോ പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് അല്ലേ. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്നു. വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ അവിടെയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയാണ് ബില്ല് എന്തായിട്ട് മാറുന്നത്? ഒരു ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോയിട്ട് നമുക്ക് അല്ലേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? ഒന്ന് വിശദമായിട്ട് നോക്കാം. കണ്ടോ, ലെജിസ്ലേഷനകത്ത് പറയുന്നുണ്ട് ആരാണ് നിയമം നിർമ്മിക്കുന്നത്? അത് പാർലമെൻറ്റാണ്.
ആ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് ബില്ലെന്ന് വിളിക്കും. ബില്ലാണ് എന്തെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ബില്ലുകൾ പലതരത്തിലുണ്ട്. ഗവൺമെൻറ് ബില്ലാണെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് ഒരു മിനിസ്റ്റർ ആയിരിക്കും. പ്രൈവറ്റ് ബില്ലാണെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും. പക്ഷേ മിനിസ്റ്റർ ആകാൻ പാടില്ല. ആ ബില്ല് നമുക്ക് എന്ത് കണ്ടൻറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മണി ബില്ലെന്നും നോൺ മണി ബില്ലെന്നും വിളിക്കാം. മണി ബില്ലാണെങ്കിൽ എന്തായിരിക്കും? ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ലൈക്ക് ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ എക്സെട്ര. പക്ഷേ ഇതെവിടെ മാത്രമേ പ്രസൻറ്റ് ചെയ്യാവൂ? ലോക്സഭയിൽ മാത്രമേ പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. ഇനി മണി ബില്ലല്ലാത്ത ബാക്കി എല്ലാ ബില്ലിനെയും നമുക്ക് നോൺ മണി ബില്ലെന്ന് വിളിക്കാം. നോൺ മണി ബില്ലിനകത്ത് വരുന്ന എക്സാമ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്, ഓർഡിനറി ബില്ലെന്ന് പറയുന്നു. ഇനി എങ്ങനെയാണ് നമുക്കൊരു ബില്ല് നിയമമായിട്ട് മാറുന്നത്? ഫസ്റ്റ് റീഡിങ് മണി ബില്ലല്ലാത്ത ഏത് ബില്ല് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഹൗസിലും പ്രസൻറ്റ് ചെയ്യാം. മണി ബില്ലാണെങ്കിൽ ലോക്സഭയിൽ മാത്രം അത് അവതരിപ്പിക്കുന്നു. സെക്കൻഡ് റീഡിംഗ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മിറ്റി വെച്ചത് എക്സാമിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിബേറ്റ് നടക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം, അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അല്ല മാറ്റങ്ങൾ പറ്റി നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്നതാണ് തേർഡ് റീഡിങ്. ഇവിടെ എന്ത് ചെയ്യും? അപ്രൂവോ റിജക്റ്റോ ചെയ്യും. അത് കഴിയുമ്പോൾ നിയമമായിട്ട് മാറും. അതായത് 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് അടുത്ത, അത് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ, ഇത് അടുത്ത എങ്ങോട്ട് പോകും? അടുത്ത ഹൗസിലോട്ട് പോകും. അതായത് ഇപ്പോൾ ലോക്സഭയിലാണ് വായിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത് എങ്ങോട്ട് പോകും? അത് രാജ്യസഭയിലോട്ട് പോകും. രാജ്യസഭയിലാണ് അവതരിപ്പിച്ചെങ്കിൽ അത് ലോക്സഭയിലോട്ട് പോകും. അവിടെയും ഇതേ പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്യും? നടക്കും. അവിടെ വെച്ച് നമുക്ക് അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാം. അതിനുശേഷം എങ്ങോട്ട് പോകും? പ്രസിഡൻറ്റിൻ്റെ അടുത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ ജസ്റ്റ് വിട്ടുപോയതാണ്. ഒരു ഹൗസിൽ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങോട്ടും കൂടെ പോകും, അടുത്ത ഹൗസിൽ കൂടെ പോകും. അത് കഴിയുമ്പോഴെന്തായിട്ട് മാറും? അതൊരു ലോ അല്ലെങ്കിൽ നിയമമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബില്ല് ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? അതായത് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഈ പോയിന്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് റീഡിങ് ഈ പോയിന്റുകൾ തന്നെയാണ് ഞാൻ ആ PPT-ക്കകത്ത് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ പുതിയ കാര്യമൊന്നുമല്ല. നമുക്കതിൽ എന്ത് ചെയ്യാം? ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അഥവാ നിയമ ഭേദഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ, നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്തുകയോ, എന്തെങ്കിലും സ്ഥാനങ്ങൾ ഒമീഷൻ എന്ന് വെച്ചാൽ മാറ്റുകയോ, പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്തുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നമ്മൾ മറ്റ് നിയമങ്ങളെ പോലെ തന്നെ എന്ത് ചെയ്യണം? പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഹൗസിൽ നമ്മൾ അവതരിപ്പിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്ത് അപ്രൂവ് ചെയ്ത് അടുത്ത ഹൗസിൽ പോയി ഡിസ്കസ് ചെയ്ത് അപ്രൂവ് ചെയ്ത് പ്രസിഡൻ്റ് അടുത്ത് പോയി ഒപ്പ് വാങ്ങണം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ചില സമയത്ത് ഈ 2 ഹൗസുകൾ നമ്മൾ അയക്കണമെന്ന് പറഞ്ഞില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലോക്സഭയിൽ നമ്മൾ അയച്ചു, പാസ്സായി, രാജ്യസഭയിൽ റിജക്റ്റായി. അപ്പോൾ വീണ്ടും ഒന്നുകൂടി റാറ്റിഫിക്കേഷനുമായി വീണ്ടും പ്രശ്നമാണ്, തമ്മിൽ ഭയങ്കര അടിയും ബഹളമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. അതായത് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹൗസ്, ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് എന്ത് ചെയ്യും? ഒരു ഹൗസിൽ വന്നിട്ട് ചർച്ച ചെയ്യുക. ലോക്സഭയിൽ വെച്ചിട്ടായിരിക്കും അത് കൂടുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. അതാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, 1, 2, 3, 4 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻറ്റ് സിറ്റിംഗ് ഇന്ത്യയിൽ വിളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല. ഓക്കെ, സ്കൂളിൽ നമുക്ക് പഠിക്കാനത് ആവശ്യമില്ല. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. തമ്മിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുമല്ലേ? ലോക്സഭയിൽ നമ്മൾ അപ്രൂവ് ചെയ്ത് രാജ്യസഭയിൽ പോകുമ്പോൾ അവിടെ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിജക്റ്റ് ആകാം. അങ്ങനെ റിജക്റ്റ് ആയാലും അവിടെ നമുക്ക് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ച് ചേർക്കാനുള്ള അവകാശമുണ്ട്. ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭരണകക്ഷിക്ക് ഒരുപാട് MLA അല്ലെങ്കിൽ MP മാരുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിയമമാക്കണം എന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നാൽ ഈ പറയുന്നതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമുക്കിവിടെ എന്തുണ്ട്? ഒരു ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ കോടതിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നിയമം വന്നു, ഒരു സാധാരണക്കാരനാണ് ഞാൻ, എനിക്ക് സംശയമുണ്ട് ഇത് പറയുന്ന നിയമം നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നെനിക്ക് തോന്നിയാൽ എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം. അപ്പോൾ കോടതി ഇതിനെപ്പറ്റി പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് കോടതിക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന് തോന്നിയ കോടതിക്ക് എന്ത് ചെയ്യാം? ഇത് നള്ളിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതാണ് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത് അല്ലേ? ഈ ഷെയറിംഗ് ഓഫ് പവറിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സൗകര്യം പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോക്സഭയെ കൺട്രോൾ ചെയ്യാൻ രാജ്യസഭയുണ്ട്, രാജ്യസഭയെ കൺട്രോൾ ചെയ്യാൻ ലോക്സഭയുണ്ട്, ഈ പറയുന്ന മൊത്തത്തിനെ കൺട്രോൾ ചെയ്യാൻ ജുഡീഷ്യറി ഉണ്ട്. ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവ് നടക്കുന്ന കാര്യങ്ങൾ നേരെയാണോ നോക്കാനായിട്ട് നമുക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്.
ഈ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്ന ലെജിസ്ലേച്ചർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു കൺട്രോളിങ് വരും. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ബില്ല് വന്നിട്ട് അത് തെറ്റായിട്ടുള്ള രീതിയാണെങ്കിൽ അതിനെ എന്താണ് നള്ളിഫൈ ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന കോടതിക്കുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് അത്ര സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സല്ല. അതായത് ഏത് വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് നിയമം നിർമ്മിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിയമം മാറ്റാൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 3 രീതിയിലാണ് ഈ അമെൻഡ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അതായത് ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന ലോക്സഭ അല്ലെ പാർലമെൻറ്റ് കൂടുന്നു, സിമ്പിൾ മെജോറിറ്റിയിൽ അപ്രൂവ് ആവുന്നു, എന്ത് ചെയ്യുന്നു, അവർ നിയമം പാസ്സാക്കുന്നു. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് വിഷയമാണെങ്കിൽ അത് നമ്മൾ റിജിഡ് അമെൻഡ്മെൻറ്റ് എന്ന് പറയും. അവിടെ സിമ്പിൾ മെജോറിറ്റി പോരാ. ഓക്കെ, ഇനി ചില പ്രശ്നങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അവിടെ പാർലമെൻറ്റ് മാത്രം കൂടി തീരുമാനിച്ചാൽ പോരാ, സ്റ്റേറ്റുകളുടെ കൺസേണും കൂടെ വാങ്ങണം. അതിന് നമ്മൾ മോർ റിജിഡ് അമെൻഡ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റുകൾ 3 തരത്തിലുണ്ട്. ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ് ഉണ്ട്, റിജിഡ് അമെൻഡ്മെൻറ്റ് ഉണ്ട്, മോർ റിജിഡ് അമെൻഡ്മെൻറ്റും ഉണ്ട്. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റും. അന്ന് പറയുന്ന പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനകത്ത് കേവല ഭൂരിപക്ഷം, അതായത് മറ്റ് എതിർകക്ഷി വാങ്ങിയ വോട്ടിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ വാങ്ങിച്ചാൽ ആ നിയമം നമുക്ക് പാസ്സാക്കി വിടാൻ പറ്റും. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പാസ്സാക്കിയാൽ മതി. ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ് അതായത് ഓക്കെ ക്യാൻ ബി അമെൻഡഡ് ബൈ ദ പാർലമെൻറ്റ് വിത്ത് സിമ്പിൾ മെജോറിറ്റി. അതായത് സാധാരണ നിയമം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ റിജിഡ് അമെൻഡ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്ന് വെച്ചാൽ മൊത്തം അംഗങ്ങളിൽ നിന്ന് എന്ത് വേണം, അതായത് അന്ന് വന്നവരുടെ എണ്ണമൊന്നുമല്ല, മൊത്തം മെമ്പേഴ്സ് എത്ര പേരെ ഉണ്ടോ അതിനകത്തുള്ള മെജോറിറ്റി നമുക്ക് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് മൊത്തത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയൊരു കാര്യമാണ്, അല്ലെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ പറയുന്നതാണ് മോർ റിജിഡ് അമെൻഡ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ സ്പെഷ്യൽ മെജോറിറ്റി, റിജിഡ് അമെൻഡ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, 2 ഹൗസിൽ നിന്നും വേണം, പ്ലസ് എന്ത് വേണം, സ്റ്റേറ്റുകളുടെ അപ്രൂവൽ കൂടെ വേണം. ഓക്കെ, മൊത്തമുള്ള സ്റ്റേറ്റിൻ്റെ പകുതി സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ നമ്മളതിനെ പറയുന്നത്, അപ്രൂവലും കൂടെ കിട്ടിയാലേ ഈ നിയമം എന്ത് ചെയ്യുള്ളൂ, പാസ്സാക്കുള്ളൂ. അതായത് ഇപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പവർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്റ്റേറ്റിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞല്ലേ, സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. അപ്പോൾ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ എന്തുകൂടെ വേണം, അപ്രൂവൽ കൂടെ വേണം. അങ്ങനെയുള്ള അമെൻമെൻറ്റുകളാണ് നമ്മൾ മോർ റിജിഡ് അമെൻമെൻറ്റ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾക്കാണ്, ഭരണഘടനയിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം. നോർമൽ ലെജിസ്ലേഷൻ്റെ കാര്യം അല്ല പറയുന്നത്, നമ്മൾ പറഞ്ഞ ഓർഡിനറി ബിൽ, മണി ബില്ലിൻ്റെ കാര്യം അല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കും, അതൊന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനകത്ത് നമ്മൾ പറയുന്നത്. ഇവിടെ പറഞ്ഞ പോയിന്റുകൾ കണ്ടോ, ഫ്ലെക്സിബിള്, റിജിഡ്, മോർ റിജിഡ് വിത്ത് എക്സാമ്പിൾസ്. ഇത് പഠിച്ചേ പറ്റുള്ളൂ, കാരണം എക്സാമ്പിളുമായി ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റുകൾ റീനെയിം ചെയ്യാൻ നമുക്കറിയാം. എന്താണ് റെയിമിംഗ് ഓഫ് സ്റ്റേറ്റ് ഒക്കെ വരുന്നത് എന്തിനകത്താണ്, ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ് മതി. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റിനകത്ത് നമുക്ക് റിജിഡ് അമെൻഡ്മെൻ്റ് ആണ് വേണ്ടി വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റും സെൻട്രലായിട്ട് വേണ്ടി വരും, അത് മോർ റിജിഡ് അമെൻഡ്മെൻ്റ് ആണ് അതിന് ആവശ്യം. അതാണ് ഇവിടെ എഴുതാനുള്ളത്, നിങ്ങൾ എഴുതിക്കോളുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗം അവസാനിപ്പിച്ചു. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവിനെ പറ്റി പഠിക്കാം. എക്സിക്യൂട്ടീവ് കുറച്ച് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ജുഡീഷ്യറിയാണ്, അത് കുറച്ചേ ഉള്ളൂ. ഓക്കെ, ജുഡീഷ്യറി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലെടുത്ത ടോപ്പിക്കായിട്ട് കാണാം. നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലെടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.